ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു വലിയ കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഒരു വലിയ ധനികനായിരുന്ന അയാൾ എത്രയെല്ലാം വാരിക്കൂട്ടിയിട്ടും ഒരു തൃപ്തിയുമില്ല. അപ്പോൾ ഒരു വലിയ സങ്കടം. എത്ര പരിശ്രമിച്ചിട്ടും ആഗ്രഹിക്കുന്നത് പോലെ സമ്പാദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിരാശനായ അയാൾ ഒരിക്കൽ ഒരു ഗുരുവിനെ കണ്ടുമുട്ടുവാനിടയായി. അയാൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഈ നാളുകളിൽ എൻ്റെ പ്രയത്നമെല്ലാം വൃഥാവായി പോകുന്നു. എത്ര അധ്വാനിച്ചിട്ടും വേണ്ടുന്നത് പോലെ ഒന്നും നേടുവാൻ കഴിയുന്നില്ല. അതിനാൽ വലിയ നിരാശയും ദുഃഖവും തോന്നുന്നു. ഗുരു അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അല്ല, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനിയും നിങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരാളിനെ കാണുമ്പോൾ അയാളോട് പറയണം, നിങ്ങൾ അയാൾക്ക് $1 ബില്യൺ നൽകുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ 1 കുന്നോളം സ്വർണം നൽകുന്നുണ്ട് എന്ന്. അതുമല്ലെങ്കിൽ സുന്ദരിയായ ഒരു യുവതിയെ അയാൾക്ക് വിവാഹം കഴിപ്പാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ മരിച്ചയാൾ എഴുന്നേറ്റ് വരുമായിരിക്കും, ഇല്ലേ? ധനവാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അയാൾ മരണപ്പെട്ടില്ലേ? ഗുരു ചോദിച്ചു, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നാണോ കരുതുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ധനം കൂട്ടിവെക്കുന്നത്? നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അവയെല്ലാം നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടില്ലേ? അതിനാൽ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം ദരിദ്രർക്കായി വിഭാഗിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ധനം ശേഖരിച്ചു വെക്കുന്നതിൽ തൃപ്തിയില്ലാതെ ദുഃഖിതരും നിരാശിതരുമായ ആൾക്കാർക്ക് സന്തോഷം തിരികെ ലഭിക്കുവാനായിട്ടുള്ള ഏക മാർഗം അവയെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നതാണ്. ധനം സന്തോഷവും സമാധാനവും നൽകുന്നതല്ല. എത്രയുണ്ടെങ്കിലും അവയെല്ലാം മരണത്തോടെ എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാകുന്നു ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന് എന്ന്. ധനസമാഹരണത്തിൻ്റെ വ്യക്തതയെക്കുറിച്ച് നാം ഇന്നും വേണ്ട പ്രകാരം ബോധമതികളല്ല. പ്രയോജനമില്ലാത്തതിനു വേണ്ടി ജീവിതം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സന്തോഷവും സമാധാനവുമല്ലേ? എത്രയധികം ധനമുണ്ടായിരുന്നാലും അല്പം മാത്രമേ ഭക്ഷിക്കുവാൻ കഴിയുള്ളല്ലോ. ഒരു ജോഡി വസ്ത്രമല്ലേ ധരിക്കുവാൻ കഴിയൂ? ഒരു കിടക്കയിലല്ലേ കിടക്കുവാൻ കഴിയൂ? അതിൽ കൂടുതലുള്ളതൊക്കെയും സമാധാനം നഷ്ടപ്പെടുത്തുന്നവയാണ്. എന്നാൽ അല്പം ഭക്ഷണവും വസ്ത്രവും കിടപ്പാടവും ഇല്ലാത്ത അനേക ആളുകൾ ചുറ്റുപാടുമുള്ളപ്പോൾ അവരെ ദർശിക്കുവാൻ കണ്ണുകളില്ലാതെ പോകുന്നതാണ് നിരാശയുടെയും അസമാധാനത്തിൻ്റെയും കാരണം. ഇവ പങ്കുവെക്കുന്നതിലൂടെ പുതിയൊരു ജീവിതാനുഭവത്തിൽ നാം പ്രവേശിക്കുകയാണ്. അതോടെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയുടെ സ്തോത്രം. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനുള്ള നല്ല ഉദാരമായ മനസ്സ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. കഴിഞ്ഞ 9 മാസക്കാലം ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. പുതിയൊരു മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം തുടർന്നും ഞങ്ങളെ നടത്തും, നയിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ ഈ പുതിയ പ്രഭാതത്തിലെ വചനധ്യാനം ഞങ്ങളെയും സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.